ചില റെസിപ്പീസൊക്കെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അതുപോലൊരു റെസിപ്പിയാണ് ഈ ഒരു പൈനാപ്പിൾ ഫ്രൈ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനീഗറാണ്. അപ്പോൾ അത് അര തൊട്ടിട്ട് 3/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പേസ്റ്റ് പൈനാപ്പിൾ പീസസിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ച് ആദ്യം അതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോഴാണ് എല്ലാ സൈഡിലേക്കും ഒരുപോലെ ആ ഒരു എരിവും ഉപ്പും പുളിയെല്ലാം എത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാ പീസസിലും ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ നീളത്തിൽ തന്നെ മുറിക്കണം എന്നൊരു നിർബന്ധമില്ല, റൗണ്ടിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ പീസിലും ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ പീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായി വരുമ്പം ഓരോ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഈ ഒരു മുളക് പൊടിയൊക്കെ തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ഈ ഒരു പൈനാപ്പിളിന്. ഇത് ഫ്രൈ ആവാൻ ഒരുപാട് സമയമൊന്നും വരില്ല. മാക്സിമം ഒരു 1.5 മിനിറ്റൊക്കെ തന്നെ ഫ്രൈ ചെയ്താൽ മതിയാവും. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ പൈനാപ്പിൾ പീസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. നല്ല കിഡിലും ടേസ്റ്റുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് എടുത്ത് കഴിക്കാൻ തോന്നും. കഴിച്ച് കഴിഞ്ഞാലോ വീണ്ടും വീണ്ടും കഴിക്കാനും തോന്നും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.